അബിൻ വർക്കി നിലപാട് വ്യക്തമാക്കിയതിന് പിന്നാലെ ബിജെപിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ബിജെപിയുടെ നിലപാടിൽ? അല്ല, ബി.ജെ.പി. എന്നും മെറിറ്റുള്ള ആളുകളെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള പാർട്ടിയാണ്. ഇപ്പം അബിൻ വർക്കിക്ക് മെറിറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള അർഹതയുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തെ പരിഗണിക്കേണ്ടത് കോൺഗ്രസ് ആയിരുന്നു. ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്, കഴിവുണ്ടെങ്കിൽ അത് ഏത് കമ്മ്യൂണിറ്റി ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഏത് വിഭാഗത്തിൽപ്പെട്ട ആയിക്കൊള്ളട്ടെ, അദ്ദേഹം ചിലപ്പോൾ നാഷണൽ സെക്രട്ടറി ആവാം, അല്ലെങ്കിൽ ഇപ്പം എനിക്ക് തന്നിരിക്കുന്ന പദവി പോലെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആവാം, അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയാവാം. അങ്ങനെ എല്ലാ രീതിയിലും കഴിവുള്ളവരെ പരിഗണിക്കുന്ന ഒരു പാർട്ടിയാണ് ബി.ജെ.പി. അബിൻ വർക്കിക്ക് ബി.ജെ.പിയിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കഴിവുള്ളവരെ പ്രൊമോട്ട് ചെയ്യുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. കോൺഗ്രസിനെ പോലെയല്ല, അവിടെ ഒരു കുടുംബവാഴ്ചയാണ്. ആ കുടുംബത്തിന് സ്തുതി പാടുന്ന ഒരു കൂട്ടം ആളുകളും അതിന് ചുറ്റിപ്പറ്റിയിരിക്കുന്ന കുറെ ഗ്രൂപ്പുകാരും അടങ്ങുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. എന്തിന് കഴിവുള്ള ആളുകൾ, അത് അബിൻ വർക്കി മാത്രമല്ല, കഴിവുള്ള ഏത് ചെറുപ്പക്കാരും കോൺഗ്രസിലുണ്ടെങ്കിലും എന്തിന് ഇപ്പം അനിൽ ആന്റണി ഞങ്ങളുടെ പാർട്ടി വന്നത് എല്ലാവർക്കും അറിയാമല്ലോ എന്ന് പറയുന്നത് പോലെ, കഴിവുള്ള ഏത് ചെറുപ്പക്കാരനും കോൺഗ്രസിലുണ്ടെങ്കിൽ അവൻ കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിലേക്ക് വരിക. ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ ബി.ജെ.പിയുടേതാണ്, അത് യാതൊരു സംശയവുമില്ല. ക്രൈസ്തവ വിഭാഗത്തിൽ വരുന്ന ചെറുപ്പക്കാർക്ക് ഒരു സ്പെഷ്യൽ അക്കോമഡേഷൻ ഉണ്ടോ ബി.ജെ.പിയിൽ? അങ്ങനെ കരുതുന്നുണ്ടോ അനൂപ്? ക്രൈസ്തവ വിഭാഗത്തിൽ വരുന്ന ചെറുപ്പക്കാർ മാത്രമല്ല, എല്ലാ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്കും ബി.ജെ.പിയിൽ നല്ല പരിഗണന കിട്ടുന്ന ഒരു പാർട്ടിയാണ്. ബി.ജെ.പിയിൽ വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ താഴെത്തട്ടിൽ നിന്ന് വളർന്നു വന്ന ആളുകൾ നേതൃത്വനിരയിൽ ഇന്ന് ശോഭിക്കുന്ന ഒരു പാർട്ടിയാണ് ബി.ജെ.പി. അത് നരേന്ദ്രമോദി മുതൽ എല്ലാവരും അങ്ങനെ വന്നവരാണ്. ഇപ്പം ഞാൻ ഉൾപ്പെടുന്ന വ്യക്തി ഒരു രാഷ്ട്രീയ പാരമ്പര്യമൊന്നും വരുന്നൊരു കുടുംബത്തിൽ പെടുന്ന വ്യക്തിയല്ല. താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് കഴിവ് തെളിയിച്ച് മുകളിൽ വന്നു കഴിഞ്ഞാൽ പരിഗണിക്കുന്ന ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അതിനകത്ത് ജാതിയോ മതമോ ഒന്നുമില്ല. ഏത് സമുദായത്തിൽ നിന്നും ഏത് മതത്തിൽ നിന്ന് വന്ന ആളാണെങ്കിലും കഴിവ് മാത്രം മാനദണ്ഡമാക്കി പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഈ പാർട്ടിയിൽ യാതൊരു പരിമിതികളുമില്ല. പ്രധാനമന്ത്രി വരെ ആകാം, രാഷ്ട്രപതി വരെ ആകാം എന്നുള്ളതാണ് ഈ പാർട്ടിയുടെ ഒരു മെറിറ്റ്. അപ്പൊ അതുകൊണ്ട് ഈ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ അബിൻ വർക്കിയല്ല, കോൺഗ്രസിലെ ഏത് കഴിവുള്ള ചെറുപ്പക്കാർ വന്നാലും പൂർണ്ണമായും രണ്ട് കൈ നീട്ടി സ്വാഗതം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ്, ആ ഒരു നിലപാടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ. ബിജെപിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയാണ് സംസാരിച്ചത്. അബിൻ വർക്കിക്ക് ബിജെപിയിലേക്ക് വരാം, വലിയ ഓഫറുകളാണ് അനൂപ് ആന്റണി നൽകുന്നത്, അത്രയേറെ സാധ്യതയുള്ള പാർട്ടിയാണെന്ന് ബിജെപി വിശദീകരിക്കുകയാണ്. നന്ദകിഷോറിനൊപ്പം റിപ്പോർട്ടർ ടി.വി. പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.